Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna Sigma Electronics Gallery എടവണ്ണപ്പാറ അരീക്കോട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ. പോത്തുകൽ മുണ്ടേരിയിൽ പട്ടാപ്പകൽ കാട്ടാനിറങ്ങി. അപ്പൻകാപ്പ് ആദിവാസി നഗറിലാണ് ഒറ്റയാൻ ഭീതി പരത്തിയത്. മൊഴയാനയെ കണ്ട സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഓടി രക്ഷപ്പെട്ടു. അടിച്ചു നിന്നപ്പോ പിന്നെ കുറെ കഴിഞ്ഞപ്പോ അതൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോ ആന വന്നാണ് നോക്കുന്നത്. അത് ഞാനും കുറെ നോക്കി നിന്നു. എന്നിട്ട് ഞാൻ ടീച്ചറേയും കുട്ടികളൊക്കെ അവിടുന്ന് കൂട്ടിക്കൊണ്ടു. കുട്ടികളൊക്കെ അവിടെ എന്തായാലും പിന്നെ എല്ലാവരും ആ പേടിച്ചിന് കുറെ നേരം പറിച്ചിട്ടും പിന്നെ കുറെ കഴിഞ്ഞപ്പോ സമാധാനമായി ആന പോയപ്പോ 11 മണിക്കാണ് അംഗനവാടിന്റെ അതിലെ ഒന്ന് ആന വന്ന് കുട്ടികളെ ഓടിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് പേടി സംഭവിക്കുകയാണ്. ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ദൈവത്തിനോടാണ് നന്ദി പറയണത്. കാരണം ആ വരവ് ഇതിലെ നേരെ പോയിരുന്നെങ്കിൽ വീൽ ചെയറിൽ ഇരിക്കുന്ന കുറെ കുട്ടികളുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾക്ക് ജീവൻ നഷ്ടമായിരുന്നു. ഇന്ന് എന്തോ ദൈവഭാഗ്യം കൊണ്ട് അതിലെ ആന തിരിയാതെ ആന ഇതിലെ തിരിഞ്ഞു പോയതാണ് ഒരു വലിയ എന്താ പറയാ, അതിന് ദൈവത്തിനോട് മാത്രമേ നന്ദി പറയാനുള്ളൂ. ഞാൻ ഇവിടുന്ന് അതിലെ വരുമ്പോ എല്ലാ കുട്ടികളും എന്നും റോഡിൽ കൂടെയാണ് കളിക്കുക. അത് രാത്രി 6:30 വരെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ മാത്രമേ കുട്ടികൾ എല്ലാവരും അകത്തേക്ക് പോകുള്ളൂ. അപ്പൊ ഈ ആന വന്ന സാഹചര്യത്തിൽ ഇതുവരെ ആയിട്ട് ഇത് സോളാർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് തന്നെ തീരുമാനം ഉണ്ടാവും എന്ന് പറഞ്ഞു ഡെപ്യൂട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഡെപ്യൂട്ടിനോട് പറഞ്ഞപ്പോൾ ഡെപ്യൂട്ടി പറഞ്ഞ പണിക്കാരില്ലാത്തവരെ എല്ലാം റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് 1ഉം 2ഉം പ്രാവശ്യമല്ല, പകൽ ഇറങ്ങുന്ന ആദ്യമായിട്ടാണെങ്കിലും രാത്രി ഉറക്കം ഒഴിഞ്ഞ് 8-9 ദിവസങ്ങൾ ഉറക്കം ഒഴിഞ്ഞ് ഞങ്ങൾ നിന്ന ചരിത്രങ്ങളുണ്ട്. ചരിത്രമല്ല, ഇതിപ്പോ ഒരു മാസം മുമ്പ് സംഭവിച്ചതാണ്. ഉള്ള വാഴയും കവുങ്ങും തെങ്ങും എല്ലാം മുഴുവൻ അത് നശിപ്പിക്കുന്ന ജീവന് അത് ഓരോ സ്ഥലത്ത് നോക്കുമ്പോഴും നമ്മൾ ആന കൊന്നതായിട്ടൊക്കെ ഇന്ന് ദൈവ സഹായിച്ച് ഇന്ന് വരെ ഈ അപ്പങ്കാപ്പിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ പോക്ക് പോവുകയാണെങ്കിൽ എല്ലാ കുട്ടികളുടെ കാര്യത്തിലും വലിയവരുടെ കാര്യത്തിലും പിന്നെ സുഖമില്ലാതെ കിടക്കണവരെ ആ വീട്ടിലൊരു അമ്മയുണ്ട്, അത് പുറത്താ കിടക്കുക. അതിലാണ് വന്നിട്ടുള്ളത്. പക്ഷെ ദൈവം സഹായിച്ച ആന ഒന്നും ചെയ്തിട്ടില്ല അതിന്. അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മളെ ഈ കുട്ടികൾ ഇവിടെ 1ഉം 2ഉം അല്ല. രാവിലെ മുതൽ തന്നെ ഒറ്റയാനെ ചിലർ വനാതിർത്തിയിൽ കണ്ടതായി പറയുന്നു. എന്നാൽ നീർപ്പുഴയ്ക്ക് ഇരുവശവുമുള്ള ആദിവാസി വീടുകൾക്കിടയിലായിരുന്നു കാട്ടാനയുടെ വരവ്. 120-ൽ പരം കുടുംബങ്ങളാണ് ഈ നഗറിൽ താമസിക്കുന്നത്. നീർപ്പുഴ മുറിച്ചു കടന്നെത്തിയ ആനയെ കണ്ട് അംഗൻവാടിയിലെ കുരുന്നുകളും അധ്യാപകരും അടക്കം ഭയന്നു. അംഗനവാടിന്ന് കുട്ടികളെ ആർക്കല് കേട്ടിട്ടാണ് ഞാൻ ഓടിപ്പോണത്. ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പൊ എന്റെ ചെറിയ പേരക്കുട്ടി ഉണ്ട്, മോന്റെ കുട്ടി, അവൻ അംഗനവാടിയിലായിരുന്നു. അംഗനവാടിയിൽ നിന്ന് വരുന്നുണ്ട്, അവന്റെ സൗണ്ട് കേട്ട് ഞാനും കുറച്ച് അങ്ങ് പോയി. അപ്പൊ ഈ കുട്ടികൾ ഓടിങ്ങനെ വരുന്ന കൂടെ വെക്കുണ്ട്. ആനന്റെ കൈ ഇങ്ങനെ തുമ്പി, അപ്പൊ എന്റെ കയ്യും കാലം ആകെ വറച്ചിട്ടുണ്ട്. അപ്പൊ ആനന്ദ ഭാഗ്യത്തിന് നേരെ അങ്ങോട്ട് അപ്പുറത്തുകൂടെ തിരിഞ്ഞു. അപ്പുറത്തുകൂടെ തിരിഞ്ഞ് അവരെ ജനൽ കൂടെ എന്തൊക്കെ ആന തുമ്പിക്കൈ കാട്ടി. അപ്പോഴാണ് എന്റെ എന്റെ ചെക്കൻ മൊബൈൽ കൂടെ എടുത്തത്. അപ്പൊ ഞങ്ങൾക്ക് പിന്നെ അങ്ങോട്ട് ഞങ്ങളെ പോകാൻ അയച്ചിട്ടില്ല മക്കള്. ഇല്ലേ, ആന നടന്നിടുന്ന ചെക്കന്മാരുണ്ടായിരുന്നു, അവര് കൂക്കലും ഞങ്ങളെ ആർക്കലൊക്കെ പാടെ കേട്ടിട്ട് ആന അപ്പുറത്ത് കൂടാണ്ട് പോയി. അംഗനവാടിന്റെ തൊട്ടടുത്ത് കൂടെ ഇങ്ങനെ പോയി. വെറുതെ അതിലാണ് മണ്ടി വന്നതോളൂ. എല്ലാ നാട്ടിലും കാണട്ടെ ഇത്. പട്ടപ്പാല ഉച്ചക്കറി ആന മണ്ടി വന്നതേ. ആനക്ക് പിരാന്താൻ തോന്നി. ഞങ്ങൾ വിറകുണ്ടാക്കും. ഈ കുട്ടിയും തളയിലെ വീഴുന്നത് മറ്റ പൊട്ടനാണ്. കുറച്ചുകൂടി നായി തട്ടി. അച്ഛനും ആ ചെറുക്കനും ഞാൻ കാട്ടിക്ക് പറഞ്ഞു പോയി. കൂടുതൽ ആളുകളെത്തി ബഹളം വെച്ചതോടെയാണ് ആന കാട് കയറിയത്. വിവരമറിഞ്ഞ് പോത്തുകൽ സ്റ്റേഷനിൽ നിന്നും വനപാലകരും സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ ആന ഉൾക്കാട്ടിലേക്ക് കയറാതെ വനാതിർത്തിയിൽ തന്നെ തമ്പടിച്ചിരിക്കുന്നതിനാൽ ജനങ്ങൾ ഭീതിയിലാണെന്ന് വാർഡംഗം NP കവിത പറഞ്ഞു. ഞാൻ ഈ വാർഡിലെ മെമ്പറാണ് കവിത. ഈ അപ്പൻകാപ്പ് നഗർ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ട്രൈബൽ പോപ്പുലേഷൻ ഉള്ള ഒരു നഗറാണ്. ഇവിടെ ഏകദേശം 123ഓളം കുടുംബങ്ങളാണ്, 680ഓളം പോപ്പുലേഷനുള്ള ഒരു ട്രൈബൽ നഗറാണിത്. ഇവിടെ ചെറിയ കുട്ടികളടക്കം പഠിക്കുന്ന അംഗൻവാടി ഇവിടെയുണ്ട്. ഇന്ന് രാവിലെ ഏകദേശം ഒരു 11:30യോട് കൂടിയാണ് ആന ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ സാധാരണ ആന ഇറങ്ങാറുണ്ട്, ആന ശല്യം നേരിടുന്നൊരു നഗർ തന്നെയാണ്. പക്ഷെ അത് വൈകുന്നേരങ്ങളിൽ 4 മണിക്ക് ശേഷമുള്ള സമയങ്ങളിലായിരുന്നു. പക്ഷെ ഇത്
ഇത്ര പകൽ വെളിച്ചത്തിൽ ഒരു 11:30-12 ആ സമയത്ത് ആദ്യമായിട്ടാണ് ഇവരെ സംബന്ധിച്ച്, നമ്മുടെ ആളുകളെ സംബന്ധിച്ച് വളരെ ഒരു ഭയാനകമായ സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. കാരണം ചെറിയ കുട്ടികളടക്കം അംഗൻവാടിയിൽ പഠിക്കുന്ന ആ സമയത്താണ്, ചില കുട്ടികളെയൊക്കെ അവിടെ കൊണ്ടുവരുന്ന ആ സമയത്തൊക്കെയാണ് വരുന്നത്. ഇത് ആന വരുന്ന സമയത്ത് ആളുകൾ, പല കുട്ടികളൊക്കെ വീട് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുക, ചില ആളുകളൊക്കെ വീട് പരിസര പ്രദേശങ്ങളിലൊക്കെ പണിയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അക്കരയിൽ ആന പുഴ കടന്നു വരുന്ന സമയത്ത് അവിടുന്ന് അവര് ഒച്ചയിട്ടതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും ഏകദേശം മനസ്സിലായി ഇങ്ങനെ ആന ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഒരു അപകട സൂചന കണ്ടതുകൊണ്ടാണ് കുട്ടികളെയൊക്കെ പെട്ടെന്ന് അകത്തേക്ക് കൊണ്ടുപോയതുകൊണ്ട് നമുക്ക് അപകടം ഇല്ലാതെ രക്ഷപ്പെടാൻ ഈ ഒരു അവസരത്തിൽ സാധിച്ചു. പക്ഷെ ഇത്തരത്തിൽ തുടർന്ന് പോയാൽ തീർച്ചയായിട്ടും ഇത് വലിയൊരു ഭീഷണി നേരിടുകയാണ്. കാരണം ചുറ്റുഭാഗം ഫോറസ്റ്റ് ഏരിയയാണ്. ഇതിനൊരു പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇല്ല എങ്കിൽ ഈ ട്രൈബൽ നഗറിലെ ആളുകൾ അത്ര ഭീതിയിലാണ് കഴിയുന്നത്. കാരണം ഒരു അപകട സാഹചര്യത്തിലുള്ള ഒരു ആനയാണ് എന്നാണ് ഇപ്പോൾ ഇവിടെ ഇത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോളനി ഈ നഗറിലെ മുതിർന്ന ആളുകൾ പറയുന്നത്. കാരണം അതങ്ങനെ പെട്ടെന്ന് പിന്മാറുന്ന തരത്തിലുള്ള ഒരു ആനയല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ഈ ചക്കയൊക്കെ ഉണ്ടായ സമയമാണ്. ഈ സമയത്തൊക്കെ ആന ഇതിന്റെ ഒരു സ്മെല്ലൊക്കെ അവരെ അട്രാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവര് ഏത് സമയം ഇനി വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു അടിയന്തരമായിട്ട് ഇതിൽ ഇടപെടണം. ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥർ ഇപ്പൊ കുറച്ച് നേരത്തെ മുമ്പ് വന്നു പോയി എന്ന് പറഞ്ഞു. ഇപ്പൊ ഇങ്ങോട്ട് കാട്ടിലേക്ക് കയറിയെങ്കിലും എത്രത്തോളം അത് ഉള്ളിലോട്ട് പോയി എന്നോ, അല്ലെങ്കിൽ ഇനിയും വരാൻ നമുക്ക് ഇവിടെ ഇനിയും ഇത്തരത്തിലൊരു ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna. Sigma Electronics Gallery എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ.